الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹിജ്റ വർഷം ആരംഭിച്ചു. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തിലാണ്. ഹിജ്റ വർഷത്തെ ആരംഭത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് ഓർമ്മ വരും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടവനായി പ്രിയപ്പെട്ടവനായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ജീവിച്ചു 40 വയസ്സ് വരെ. ഒരാൾക്കും എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. കുടുംബക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കിടയിലാണെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ഒരാൾക്കും മോശമായിട്ടൊന്നും പറയാനുണ്ടായില്ല. എല്ലാവർക്കും നല്ലവനായിരുന്നു, എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. ആരാലും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്നവരായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ജീവിച്ചു മക്കത്ത്. ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് വന്നു, തൗഹീദായിട്ട് വന്നു. എതിർപ്പുകൾ ഉണ്ടായി, കുടുംബത്ത് തന്നെ ഉണ്ടായി. മക്കക്കാരും അല്ലാഹുവിൻ്റെ റസൂലിനെ എതിർത്തു. പീഡനം സഹിക്കാൻ കഴിയാതെ ഇനി ജീവിതം മക്കയിൽ സാധ്യമല്ല എന്ന ആ ഒരു അവസാനത്തെ സമയമെത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുവാദം നൽകി ഹിജ്റ പോകാൻ, നാട് വിട്ടു പോകാൻ, ദീനിനെ സംരക്ഷിക്കാൻ, മുവഹിദായി തൗഹീദുള്ളവനായി ജീവിക്കാൻ ഒരു സ്ഥലത്ത് സാധ്യമല്ലെങ്കിൽ അതിനു വേണ്ടി ആ സ്ഥലം മാറുക, അതിനാണ് ഹിജ്റ എന്ന് പറയുക.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്ത് ആരംഭിച്ചു. സഹാബാക്കൾ ഇസ്ലാമിലേക്ക് വന്നു. കൊടിയ പീഡനത്തിന് അവർ അർഹരായി. സഹിക്കേണ്ടതൊക്കെ അവർ സഹിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഹബശയിലേക്ക് ഹിജ്റ, നാട് വിടാൻ അവരോട് പറഞ്ഞു. കാരണം മക്കയിൽ ജീവിതം അസാധ്യമായിരുന്നു. ആ രീതിയിൽ സഹാബാക്കൾ പീഡിക്കപ്പെട്ടു, പ്രയാസപ്പെടുത്തപ്പെട്ടു. ആദ്യത്തെ പോക്കിൽ 12 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ഹബശയിലേക്ക് ഹിജ്റ പോയി. അവിടെ താമസം ആരംഭിച്ചു. പെട്ടെന്നൊരു വാർത്ത കേൾക്കാൻ ഉമർ ബിൻ ഖത്താബ്, ഹംസത്ത് ബിൻ മുത്തലിബ്, 2 ആൾക്കാരും മുസ്ലിമായിട്ടുണ്ട്. നല്ലൊരാശ്വാസം കിട്ടി. കാരണം അത്രയും കൊടിയ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടവരാണവർ. ഉമറും ഹംസയും മുസ്ലിമായിട്ടുണ്ട്. ഇസ്ലാം അതിൻ്റെ ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന വിവരം കിട്ടി. തിരിച്ചു വന്നു. ആദ്യത്തെ സംഘം തിരിച്ചു വന്നു. പക്ഷെ അവർ കേട്ട വിവരം കളവായിരുന്നു. പിന്നെയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. രണ്ടാമതും ഹബശയിലേക്ക് ഹിജ്റ പോകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകി. 84 ആണുങ്ങളും 10 പെണ്ണുങ്ങളും രണ്ടാമത്തെ സംഘം ഹബശയിലേക്ക് ഹിജ്റ പോയി. സ്വന്തം നാട് വിട്ടുപോയി ദീൻ സംരക്ഷിക്കാൻ, മുവഹിദായി ജീവിക്കാൻ. വേറൊരു പ്രശ്നം അവർക്ക് ആ നാട്ടിലുണ്ടായിരുന്നില്ല. വേറൊരു പ്രയാസം അവർക്ക് ആ നാട്ടിലുണ്ടായിരുന്നില്ല. പിറന്ന മണ്ണിൽ മുവഹിദായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു ചെറിയൊരു പ്രയാസം. മറ്റുള്ളവർക്ക് കാണാൻ അത് ചെറുതാണ്. പക്ഷെ മുവഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് തൗഹീദാണ്. എന്തൊഴിവാക്കേണ്ടി വന്നാലും, എന്ത് സഹിക്കേണ്ടി വന്നാലും തൗഹീദിനായിട്ട് മരണം വരെ പോരാടാൻ ഉറച്ച മുവഹിദീങ്ങളാണ്. അവർക്കൊന്നും പ്രയാസമല്ല തൗഹീദിന്റെ മുമ്പിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം നൽകപ്പെട്ടു ഹിജ്റ പോകാൻ. ഓരോ സഹാബാക്കളും റസൂൽ മദീനയിലേക്ക് പറഞ്ഞേക്കാണ്. അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം നൽകപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് അനുവാദം ചോദിച്ചു ഹിജ്റ പോകാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയില്ല. ലാ തഅജൽ ലഅല്ലല്ലാഹ യജഅലു ലക സാഹിബ. അബൂബക്കർ ധൃതി കാണിക്കരുത്. നിനക്ക് ഹിജ്റ പോകാൻ നല്ലൊരു പങ്കാളിയെ അള്ളാഹു നിശ്ചയിക്കും. കാത്തിരിക്കാൻ പറഞ്ഞു. ഫലമ്മ അദിനല്ലാഹു ലിനബിയിഹി ബിൽ ഹിജ്റ. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഹിജ്റക്ക് അനുവാദം നൽകിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉച്ച സമയം അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, യാത്രക്ക് വേണ്ടി ഒരുങ്ങണം, അള്ളാഹു ഹിജ്റക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അന്ന് അബൂബക്കർ കരഞ്ഞു. സന്തോഷം കൊണ്ടൊരാൾ കരയുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അബൂബക്കർ കരയുന്നതാണ് കണ്ടത്. കാരണം ഹിജ്റക്ക് കൂട്ടാളിയായി കിട്ടിയത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ആ സന്തോഷം അബൂബക്കർ കരച്ചിലൂടെയാണ് പ്രകടിപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വാഹനം തയ്യാറാക്കി, എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി. റസൂലും അബൂബക്കറും യാത്രക്ക് വേണ്ടി ഒരുങ്ങി. രാത്രിയാണ് മക്കയിൽ നിന്നും പുറപ്പെടുന്നത്. മുശ്രിക്കീങ്ങളുടെ കണ്ണിൽ കാണാൻ പാടില്ല. രാത്രിക്ക് രാത്രി മക്ക വിട്ട് പോകാൻ അല്ലാഹുവിൻ്റെ റസൂല്. അബ്ദുല്ലാഹി ബിൻ അദി ബിൻ ഹംറ റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സമിഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായിട്ട് ആ സഹാബി കേട്ടു. വഹുവ വാഖിഫുൻ ബിൽ ഹസ്വതി ഫീ സൂഖി മക്ക. മക്കയിൽ നിന്നും രാത്രിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഒളിച്ചോടുന്ന സമയത്ത് മക്കയുടെ പട്ടണത്തിൽ നിന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ആ സഹാബി കേട്ടു. വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹി. മക്കയോടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അള്ളാഹുവാണ് സത്യം. അള്ളാഹിൻ്റെ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം മക്കയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം മക്കയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. നിന്നിൽ നിന്നും നിന്റെ ഖൗമ്, എൻ്റെ സമുദായം എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടം വിട്ട് പോകുമായിരുന്നില്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ സങ്കടത്തോടെ മക്കയെ നോക്കി പറയുന്ന ഒരു രംഗം സഹാബി ഉദ്ധരിക്കുന്നുണ്ട്. അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ജനിച്ചു വീണ മണ്ണ് അള്ളാഹിൻ്റെ റസൂലിന്.
നമുക്കും പ്രിയപ്പെട്ടതായതുപോലെ. പക്ഷെ മുവഹിദായി ജീവിക്കാൻ കഴിയുന്നില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, അതും വിട്ടേ പറ്റൂ, അതും ഒഴിവാക്കിയേ പറ്റൂ. കാരണം നമുക്ക് മുമ്പിലുള്ളത് തൗഹീദാണ്. നാം അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ആ ജീവിത ലക്ഷ്യത്തിന് തടസ്സമാകുന്ന ഒന്നും നമുക്ക് മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളെ കൂലിക്ക് വിളിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു അരീഖത്ത്, വഴി കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചു. മക്കക്ക് പുറത്തുള്ള സ്ഥലം. 3 ദിവസം സൗർ ഗുഹയിൽ താമസിച്ചു. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവിടേക്ക് വെള്ളവും ഭക്ഷണവും കൊണ്ടു കൊടുക്കും രാത്രി. അബൂബക്കർ സിദ്ദീഖിന്റെ മകള് അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അബ്ദുള്ള രാത്രി അല്ലാഹുവിന്റെ റസൂലിന് വിവരങ്ങൾ കൈമാറും. മക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ വിവരങ്ങൾ നൽകും. അങ്ങനെ 3 ദിവസം അവിടെ താമസിച്ചു സൗർ ഗുഹയിൽ. അവിടുന്ന് ഒരു സഫർ മാസം 27-ാം തീയതിയാണ് അല്ലാഹുവിന്റെ റസൂൽ പിന്നെ അവിടുന്ന് യാത്രയാകുന്നത് മദീനയിലേക്ക്. ആ സൗർ ഗുഹയിൽ നിൽക്കുന്ന സമയം മുശ്രിക്കീങ്ങൾക്ക് വിവരം കിട്ടി, മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ പ്രഖ്യാപിച്ചു, 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു, സമ്മാനത്തുക പ്രഖ്യാപിച്ചു. മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുവരണം, അല്ലെങ്കിൽ മുഹമ്മദിനെ വധിക്കണം. മുശ്രിക്കീങ്ങൾ നാനാഭാഗത്തും അല്ലാഹുവിന്റെ റസൂലിനെ തിരയാണ്. സൗർ ഗുഹയുടെ മുമ്പിൽ അവരെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, നദർതു ഇലാ അഖദാമിൽ മുശ്രിക്കീൻ, ഞാൻ ഗുഹയുടെ ഉൾഭാഗത്തു നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ കാലുകൾ ഞാൻ കണ്ടു. വതഹ്ത ഫിൽ ഗാർ ഫഖുൽതു യാ റസൂലല്ലാഹ്, ആ സമയത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സർന, അവരെങ്ങാനും ഒന്ന് കുനിയുകയാണെങ്കിൽ നമ്മളെ കാണും അല്ലാഹുവിന്റെ റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി, യാ അബൂബക്കർ മാ ദന്നുക ബിത്നൈനി അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായിട്ട് അല്ലാഹ് ഉണ്ടാകുമ്പോൾ ആ 2 ആളുടെ വിഷയത്തിൽ നീ എന്താണ് പേടിക്കുന്നത്? അല്ലാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്കൊപ്പമുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം മുവഹിദീങ്ങൾക്കൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും, എത്ര വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും സഹോദരന്മാരെ, പതറരുത്, ഒരിക്കലും നിരാശരാകരുത്. കാരണം എല്ലാം അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹിന്റെ റസൂലാണ്, വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്. എന്നിട്ടും ജീവിതത്തിൽ സഹിക്കാവുന്നതിലും അപ്പുറം അള്ളാഹിന്റെ റസൂൽ സഹിച്ചു, ക്ഷമിച്ചു. കാരണം അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനമല്ലാത്തൊന്നും നടപ്പാകുന്നില്ല ഈ ഭൂമിയിൽ. ഈ ലോകത്ത് അള്ളാഹുവിന്റെ തീരുമാനമല്ലാത്തൊന്നും നടപ്പാകുന്നില്ല. എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും ലോകം. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് മുവഹിദീങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ധൈര്യം നൽകുകയാണ്. ആയത്തിറങ്ങ്, ഇത് ഖാല ലി സാഹിബിഹി ലാ തഹ്സൻ ഇദ് ഹുമാ ഫിൽ ഗാർ, ആ 2 ആൾക്കാരും ഗുഹയിലായിരിക്കുന്ന സന്ദർഭം, സൂറത്ത് തൗബ. ആ 2 ആൾക്കാരും ഗുഹയിലായിരിക്കുന്ന സന്ദർഭം. യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ, കൂടെയുള്ള ആൾ മറ്റാളോട് പറഞ്ഞു, ലാ തഹ്സൻ, പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഇന്നല്ലാഹ മഅന, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്, പ്രയാസപ്പെടേണ്ട, ഒരിക്കലും നിരാശരാകരുത്, അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിടരുത്. കാരണം മുവഹിദീങ്ങളാണ്, മുവഹിദീങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ സഹായം. എല്ലാം മുവഹിദീങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഒരിക്കലും അതിനിടയിൽ തളരരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാൻ, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, ആ 2 ആൾക്കാർക്കും അള്ളാഹുവിന്റെ സകീന കൊടുത്തു, സമാധാനമിട്ട് കൊടുത്തു മനസ്സിൽ. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്തൊരു സമൂഹത്തെ കൊണ്ട്, ഒരു സൈന്യത്തെ കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി, അള്ളാഹു സഹായിച്ചു. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് സഹോദരന്മാർ. അതുകൊണ്ട് ഒരിക്കലും ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ കണ്ടിട്ട്, ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നിരാശരാകരുത്. അള്ളാഹുവിൻ്റെ സഹായം മുവഹിദീങ്ങൾക്കാണ്.
എല്ലാം അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ്. ആ ഒരു ബോധം, ആ ഒരു യഖീന്, ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ എന്ത് പ്രയാസം സഹിക്കേണ്ടി വന്നാലും നിരാശരാകരുത്. അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതും അതിനാണ്. ഉറച്ചു നിൽക്കാൻ, ഉറപ്പുണ്ടാകാൻ, യഖീനുണ്ടാകാൻ. പതറിപ്പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്താണ്. ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. നിങ്ങൾ കാണാത്തൊരു സൈന്യത്തെ കൊണ്ട് ആ മുഹമ്മദിനെയും അബൂബക്കറിനെയും, രണ്ടാൾക്കാരെയും അള്ളാഹു ശക്തിപ്പെടുത്തി. അള്ളാഹു ബലം നൽകി. അവർക്ക് യാത്ര വീണ്ടും തുടർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. കാഫിരീങ്ങളുടെ വാക്കുകൾ അള്ളാഹു താഴ്ത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉയർത്താൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അതെപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും മുഅ്മിനീങ്ങൾ പതറരുത്, മുവഹിദീങ്ങൾ സങ്കടപ്പെടരുത്. അതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം. എത്ര വലിയ പരീക്ഷണത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെങ്കിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ മുഅ്മിനിന്റെ മനസ്സിൽ നിന്നും ഇല്ലാതാകരുത്. അതാണ് ആ ഹിജ്റയുടെ യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇനാം പ്രഖ്യാപിച്ചു. 100 ഒട്ടകം മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും യാത്രയെ തൗർ ഗുഹയിൽ നിന്നും സഫർ മാസം 27-ാം തീയതി യാത്ര തിരിച്ചു മദീനത്തേക്ക്. വഴി കാണിക്കാൻ വന്ന ആൾ പല രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ വഴി കാണിച്ചു. സുറാഖത്ത് ബിൻ മാലിക് മക്കയിൽ അറിയപ്പെട്ട ധീരനായിരുന്നു, കുതിര സവാരിക്കാരനായിരുന്നു. മരുഭൂമിയുടെ എല്ലാ വഴികളും മനപ്പാടമുള്ള ആളാണ്. അദ്ദേഹം പുറപ്പെട്ടു റസൂലിനെ പിടിക്കാൻ. കാരണം മദീനയിലെ എല്ലാ വഴികളും, മദീനയിലേക്കുള്ള എല്ലാ വഴികളും അറിയുന്ന ആളാണ്. അദ്ദേഹം ഒരു വഴി മനസ്സിലാക്കി അതിലൂടെ പുറപ്പെട്ടു. അള്ളാഹിന്റെ റസൂലിനെ കണ്ടു. അദ്ദേഹം തന്നെ വിവരിക്കുകയാണ്, ഞാൻ അബൂബക്കറിനെയും അള്ളാഹിന്റെ റസൂലിനെയും കണ്ടു. എൻ്റെ കുതിരയുടെ വേഗത ഞാൻ കൂട്ടി, ആ സന്തോഷം കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കുതിരയുടെ വേഗത ഞാൻ കൂട്ടി. എൻ്റെയും റസൂലിൻ്റെയും വാഹനത്തിൻ്റെ ഇടയിൽ ഒരു ചാൺ മാത്രം വ്യത്യാസത്തിലായിരിക്കെ എൻ്റെ കുതിര ഭൂമിയിലേക്ക് ആണ്ടു. കുതിരയുടെ 2 കാലുകളും ഭൂമിയിലേക്ക് താഴ്ന്നു. ഞാൻ നിലത്ത് വീണു. ഞാൻ എഴുന്നേറ്റ് കുതിരയെ ശരിയാക്കി വീണ്ടും അള്ളാഹിന്റെ റസൂലിന്റെ പിറകെ പോയി. വീണ്ടും അടുത്തെത്തി. എൻ്റെ കുതിരയുടെ 2 കാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു. 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു മുഹമ്മദിനോട്, യാ മുഹമ്മദ് ഇന്നക റജുലുൻ മംനൂഉൻ. മുഹമ്മദ്, നീ സംരക്ഷിക്കപ്പെട്ടവനാണ്. നിന്നിലേക്ക് ഒരു ശത്രുവിനും എത്താൻ കഴിയില്ല. നീ സംരക്ഷിക്കപ്പെട്ടവനാണ്. കാരണം മക്കത്തെ ഖുറൈശികൾക്ക് അള്ളാഹിന്റെ റസൂലിനെ അറിയാം, വളരെ നന്നായിട്ടറിയാം. അള്ളാഹിന്റെ റസൂല് സത്യമാണ് പറയുന്നത്. അള്ളാഹിന്റെ റസൂൽ സത്യത്തിലാക്കി ക്ഷണിക്കുന്നത് മക്കത്തെ ഖുറൈശികൾക്കറിയാം. പക്ഷെ അഹങ്കാരമായിരുന്നവരാ റസൂലിനെ പിൻപറ്റുന്നതിൽ നിന്ന് തടഞ്ഞത്. മനസ്സിന്റെ ഉള്ളിൽ അവർക്കൊരിതുണ്ടായിരുന്നു, മുഹമ്മദ് സത്യമാണ് പറയുന്നത്. പക്ഷെ അഹങ്കാരം കൊണ്ട്, ആൾഫലം കൊണ്ട്, സമൂഹത്തിലുള്ള മാന്യത മുമ്പിൽ വെച്ച് അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റാൻ അവർക്ക് മടിയായിരുന്നു. അതാണ് കാരണം. സുറാഖത്ത് ബിൻ മാലിക്കിന് ഉറപ്പുണ്ട് അള്ളാഹിന്റെ റസൂലിനെ പിടിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സഹായം നൽകപ്പെടുന്ന ആളാണ്. വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക റജുലുൻ മംനൂഉൻ. എനിക്കൊരിക്കലും നിന്നെ പിടിക്കാൻ കഴിയില്ല. പക്ഷെ ഈ അവസ്ഥയിൽ നിന്നെ പിടിക്കാതെ തിരിച്ചു പോകാൻ എനിക്ക് നാണക്കേടാണ്. കാരണം മക്കത്ത് അറിയപ്പെട്ടൊരു യോദ്ധാവാണ് ഞാൻ. മുഹമ്മദിനെ പിടിക്കാൻ അന്വേഷിച്ചിറങ്ങി പിടിക്കാൻ കഴിയാതെ തിരിച്ചു പോയാൽ അതെൻ്റെ അഭിമാന പ്രശ്നമാണ്. എനിക്കൊരു എഴുത്ത് തരണം, ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടുണ്ടെന്ന് അറിയിക്കുന്നൊരു എഴുത്ത്. കാരണം ആ എഴുത്തുമായിട്ട് മക്കയിലേക്ക് പോയാൽ മക്കക്കാർക്ക് ഉറപ്പാണ് മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ മുഹമ്മദിനെ പിടിക്കാൻ കഴിയില്ല എന്ന് മക്കക്കാർക്കും ബോധ്യമുണ്ട്, ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. ഒരെഴുത്തുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് എഴുതാൻ പറഞ്ഞു. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഇലാ സുറാഖത്ത് ബിൻ മാലിക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖത്ത് ബിൻ മാലിക്കിന് വാഗ്ദാനം നൽകുകയാണ്. അഇദുക സിവാറൈ കിസ്റ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയത് കിസ്റ രാജാവിൻ്റെ
വസ്ത്രങ്ങളാണ്. കിസ്ര രാജാവിൻ്റെ ആ രാജാലങ്കാരത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്തു. എഴുത്ത് വായിച്ചു അബൂബക്കർ സിദ്ദീഖ്. സുറാഖത്ത് ബിൻ മാലിക് അത്ഭുതപ്പെട്ടുപോയി. മുഹമ്മദ് സ്വന്തം നാട്ടിൽ നിന്നും രാത്രിക്ക് രാത്രി സമൂഹത്തെ പേടിച്ച് ഒളിച്ചോടുന്ന നീയാണോ എനിക്ക് കിസ്ര രാജാവിൻ്റെ വസ്ത്രമല്ല വാഗ്ദാനം ചെയ്യുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇന്നക റജുലുൻ ലാ തക്ദിബ്. പക്ഷെ മുഹമ്മദ്, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഉണ്ട്. ഇന്നക റജുലുൻ ലാ തക്ദിബ്, നീ ഒരിക്കലും കളവ് പറയാത്തവനാണ്. കാരണം മുശ്രിക്കീങ്ങൾക്ക് പോലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഒരാൾക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. നീ ഒരിക്കലും കളവ് പറയാത്തവനാണ്, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് ആ കത്തെടുത്ത് വസ്ത്രത്തിൻ്റെ മുകളിൽ തിരിച്ച് മക്കയിലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി. സുറാഖത്ത് ബിൻ മാലിക് ആ കത്ത് സൂക്ഷിച്ചു വെച്ചു. റസൂലിൻ്റെ കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലം. കിസ്റയും കൈസറും കീഴടങ്ങി ഇസ്ലാമിൻ്റെ മുമ്പിൽ. മദായിൻ കീഴടങ്ങി. മദായിനുള്ള ഖജനാവുകൾ, കിസ്റയുടെയും ഖജനാവുകൾ മദീന പള്ളിയിൽ കൂമ്പാരം കൂടി സ്വത്തുക്കൾ. അതിൽ കിസ്റന്റെ വസ്ത്രമുണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പർ. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു അൽ ഖുത്ബ. സഹാബാക്കളെ, ഞാനൊരു ഖുത്ബ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഐന സുറാഖത്ത് ബിൻ മാലിക്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, സദസ്സിന്റെ ഏറ്റവും പിറകിൽ വടിയും കുത്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി സുറാഖത്ത് ബിൻ മാലിക്. അന്ന് വയസ്സ് 80 കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പിറകിലായിരുന്നു സുറാഖ എഴുന്നേറ്റ് നിന്നു. അമീറുൽ മുഅ്മിനീൻ, ഞാനിവിടെ ഉണ്ട്. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന കിതാബത്തു റസൂലില്ലാഹി യൗമൽ ഹിജ്റ. അന്ന് ഹിജ്റയുടെ ദിവസം അള്ളാഹിൻ്റെ റസൂല് തന്ന കത്തെവിടെ, എഴുത്തെവിടെ? സുറാഖത്ത് ബിൻ മാലിക് വസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുത്തു. അതാണ് ഉറപ്പ്. അന്ന് സുറാഖ മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമായതിനു ശേഷം അള്ളാഹിൻ്റെ റസൂല് വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് വഫാത്തായി, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം വയസ്സ് 80 കഴിഞ്ഞു. പക്ഷെ ആ കത്ത് അന്നും സുറാഖയുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. കാരണം അള്ളാഹിൻ്റെ റസൂല് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ദിവസം സംഭവിക്കും. അത്രയും ഉറപ്പുണ്ടായിരുന്നു ആ സഹാബിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ആ കത്ത് സഹാബക്കൾക്ക് ഒച്ചത്തിൽ വായിച്ചു മിമ്പറിൽ നിന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റയുടെ വസ്ത്രങ്ങൾ സുറാഖത്ത് ബിൻ മാലിക്കിന് വാഗ്ദാനം ചെയ്യുന്നു. ഹിജ്റന്റെ ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ എഴുതിയ കത്താണത്. ആ സഹാബിക്ക് ഉറപ്പുണ്ടായിരുന്നു, അല്ലാഹുവിൻ്റെ റസൂലിനും ഉറപ്പുണ്ടായിരുന്നു, സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കിസ്റയുടെ വസ്ത്രം എടുത്ത് അദ്ദേഹത്തിന് അണിയാൻ പറഞ്ഞു. അദ്ദേഹം അത് ധരിച്ചു സഹാബാക്കൾക്ക് മുമ്പിൽ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ സാഹിബു ഹാദൽ മഖാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മിമ്പറിൽ നിന്നാണ് ഉമർ പറയുന്നത്, ഇതാ ഈ സ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ സത്യം പറഞ്ഞിരിക്കുന്നു. അതാണ് അള്ളാഹുനുള്ള അത്രയും ഉറപ്പുണ്ടായിരുന്നു അള്ളാഹിൻ്റെ റസൂൽ. എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും എല്ലാ വഴികളും അടക്കപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം മുവഹിദീങ്ങളുടെ മനസ്സിൽ വേണം. അതാണ് ആ ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി. ഓരോ അൻസാരിയായ സഹാബാക്കളും അല്ലാഹുവിൻ്റെ റസൂലിനെ ക്ഷണിക്കുകയാണ് വീട്ടിലേക്ക്. ഓരോരുത്തരും തിക്കും തിരക്കും കൂട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ നിങ്ങൾ വിട്, ഇന്നഹാ മഅ്മൂറ, അത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എവിടെയാണ് നിൽക്കേണ്ടതെന്ന്. ഒട്ടകത്തെ വിട്ടു. ഒട്ടകം നടന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. അവിടെയാണ് ഇന്ന് മസ്ജിദുൻ നബവി ഉള്ളത്. മസ്ജിദിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി പണിതത്. അത് അള്ളാഹു കൽപ്പിക്കപ്പെട്ട സ്ഥലമാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. ആ ഹിജ്റയിൽ നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് നമ്മളെ. അള്ളാഹു നിയന്ത്രിക്കുന്നുണ്ട്. ലോകം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതൊരാൾക്കും അതിലൊരു തിരുത്താനും കഴിയില്ല, ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. മുവഹിദീങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്. അള്ളാഹുവിൻ്റെ സഹായം മുവഹിദീങ്ങൾക്കാണ്. എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. എന്തുണ്ടെങ്കിലും
നമുക്ക് അള്ളാഹു ഉണ്ട്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു മതിയായവനാണ് ഏത് രീതിയിൽ. ആ ഒരു ഉറപ്പ്, ആ ഒരു യഖീൻ, അതാണ് ഈ ഹിജ്റയുടെ ചരിത്രത്തിലൂടെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, നാം ഉൾക്കൊണ്ടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചരിത്രം, യഖീൻ, അള്ളാഹുവിലുള്ള ഉറപ്പ്, തൗഹീദിലുള്ള ഉറപ്പ്, എന്ത് നഷ്ടപ്പെട്ടാലും തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മുവഹിദായി ജീവിക്കാൻ, അഭിമാനമുള്ളവനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, സഹോദരന്മാരെ, നാം സൃഷ്ടിക്കപ്പെട്ടത് തൗഹീദിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. തൗഹീദിന് മാത്രം വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ പരമമായ ലക്ഷ്യം തൗഹീദാണ്. അതേപോലെ തന്നെ ആകാശ ഭൂമികൾ, അതിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടതും ആ തൗഹീദിൻ്റെ നിലനിൽപ്പിനാണ്. സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത്, ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടത്, നക്ഷത്രഗോളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, കടലുകളും കാടുകളും, ഈ കാണുന്ന, കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ സകല വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് തൗഹീദിൻ്റെ നിലനിൽപ്പിനാണ്, മുവഹിദീങ്ങൾക്ക് വേണ്ടിയാണ്. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. മുവഹിദീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം എല്ലാം സൃഷ്ടിച്ചത്. നമ്മുടെ പരമമായ ലക്ഷ്യം തൗഹീദാണ്. അതിലൊരിക്കലും വെള്ളം ചേരരുത്, ഒരു കാരണവശാലും വെള്ളം ചേരരുത്. ആ രീതിയിൽ അതിനെ നാം സംരക്ഷിക്കണം, സൂക്ഷിക്കണം. തൗഹീദിന് വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധിക്കാരം കാണിക്കുന്നതിൽ ഏറ്റവും വലിയ ധിക്കാരം അത് ശിർക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്, ഏറ്റവും വലിയ തെറ്റേതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചവനായിരിക്കെ അല്ലാഹുവിന് തുല്യനായിട്ട് നീ മറ്റൊരാളെ കാണലാണ്. അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചവൻ. റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. നമ്മളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ലോകം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. രോഗം നൽകുന്നതും രോഗം ശിഫയാക്കുന്നതും അല്ലാഹുവാണ്. സകലതും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിൽ ഒരാളെയും തുല്യനാക്കരുത്. അതാണ് തൗഹീദ്. അതിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നാം തയ്യാറാകരുത്. പഠിക്കുക, മനസ്സിലാക്കുക, പൂർണ്ണ മുവഹിദീങ്ങളായി അടിയുറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദായി ജീവിക്കാനും മുവഹിദായി മരിക്കാനും എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും ഉടമസ്ഥനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه